Good morning. Okay. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. ഇനി ഇതിപ്പോ HPG6 നമ്മുടെ 2021 22 ബാച്ചിലെ സ്റ്റുഡൻസ് അല്ലേ കയറിയേക്കുന്നേ ഇല്ലേ? അതിനകത്ത് 20 ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. 22 ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുപേരുടെ കുട്ടികളായിരുന്നു. 21 ബാച്ചിൽ മാത്രം ഞാൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ കുട്ടികളെ പരിചയമില്ല. 21 ജോയിൻ ചെയ്തവരുണ്ട് ഇല്ലേ ഇപ്പൊ ക്ലാസ്സില്? ഇല്ലേ? യെസ്, ഫെമിനിയാണ് ഇവിടെ മെസ്സേജ് ഇട്ടുണ്ട്. യെസ് എന്ന്. ബാക്കി എല്ലാവർക്കും എന്നെ അറിയാം അല്ലെ? മറന്നു പോയോ? കഴിഞ്ഞ ഓക്കെ. അറിയോ പ്രീതിയൊക്കെ മെസ്സേജ് ഇട്ടുണ്ട്. പ്രീതിയൊക്കെ എല്ലാ ക്ലാസ്സിലും തന്നെ കയറുന്ന കുട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ അവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും 21 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാണ്. എന്റെ പേര് രമ്യ എന്നാണ്. ആദ്ര മിസ് ലീവാണ്, ഒരു മാസത്തോളം മിസ് ലീവാണ്. ഇതായിട്ടേ. അപ്പൊ അതുകൊണ്ട് ഞാനായിരിക്കും ഇതിപ്പോ നിങ്ങൾക്ക് ടീച്ചില് ആദ്ര മിസ്സിന്റെ പകരം ഞാനായിരിക്കും കേട്ടോ. പ്രശ്നമൊന്നുമില്ലല്ലോ. എന്റെ കുട്ടികൾക്ക് എന്നെ അറിയാം. ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല. ഇപ്പൊ 21 കുട്ടികൾ എന്ത് പറ്റി? സന്തോഷമുണ്ട് എന്ന് പ്രീതിട്ടുണ്ട്. ഓക്കെ. എന്ന് വെച്ചാൽ 21 കുട്ടികളെ മാത്രമാണ് എനിക്ക് അറിയില്ലാത്തേ ഉള്ളൂ. ബാക്കി 2022 ബാച്ച് രണ്ടും എന്റെ കുട്ടികൾ തന്നെയാണ്. HAയിൽ ഞാൻ ക്ലാസ് എടുത്ത് അതുകൊണ്ട് അവരെ എനിക്കറിയാം, അവർക്കും എന്നെ അറിയാം. ഓക്കെ. മിസ് കുറച്ച് ഇതൊക്കെ ആയിട്ട് ഒരു മാസത്തോടെ ലീവാണ് കേട്ടോ. പിന്നെ ഇപ്പൊ എന്തായാലും ഇനി PG ഫുള്ള് ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നത്. മിസ് മാത്രം 5th മൊഡ്യൂളിൽ നിൽക്കുകയാണ് അല്ലെ? ബാക്കി എല്ലാവരും 6th കയറിയെന്ന് പറഞ്ഞു. അപ്പൊ മിസ് അവിടെ എടുത്തു വെച്ചതിന്റെ ബാലൻസ് മുതലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോ 21 കുട്ടികളോട് ഞാൻ പറയാണ്, എന്റെ പേര് രമ്യാന്നാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി വഴിയെ ഒന്ന് പരിചയപ്പെടാം. എന്തായാലും മിസ് അവിടെ ലാബിന്റെ സെക്ഷനാണ് എടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് ക്ലാസ് നോക്കാം കേട്ടോ. പിന്നെ ഞാന് ക്ലാസ്സിൽ പറയാറുണ്ട്, അവര് പിന്നെ കേട്ട് അവർക്ക് പരിചയം ഉണ്ടാകും. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്, അന്നത്തെ എടുക്കുന്ന പോർഷൻസ് അന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കുക. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ തരും. ആ മോക്ക് ടെസ്റ്റുകൾ തരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട്, മോക്ക് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇടുന്നത്. ആ മോക്ക് ടെസ്റ്റുകളും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ നമ്മൾ മോക്ക് ടെസ്റ്റുകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എന്താ പറയാ എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പൊ മെയിൻ എക്സാം നിങ്ങൾക്ക് 3 പേപ്പർ ആയിട്ടാണല്ലോ. അപ്പൊ അത് മോക്ക് ടെസ്റ്റുകളും കൂടി നിങ്ങൾ പഠിക്കാം. പിന്നെ ഗൈഡ് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ ആ ഗൈഡിനാണ് മെയിൻ എക്സാം. ഗൈഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും. അപ്പൊ അതും പഠിക്കുക, മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും പഠിച്ചു വെക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇനി ഞാൻ എടുക്കുമ്പോൾ ഓരോന്നും അണ്ടർലൈൻ ചെയ്ത് തരും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ്സേ കുറച്ച് എന്താ പറയാ തിരക്കിലായിട്ട് ഒരു മാസത്തേക്ക് ഇങ്ങനെ ലീവ് പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെ എന്താണ്, നമുക്ക് പോർഷൻസിലേക്ക് കിടക്കാം. ലാബിന്റെ സെക്ഷനാണ് മിസ് അവിടെ എത്തിയേക്കുന്നതെന്നാ പറഞ്ഞത്. ആ എംബ്ലം വരെയാണ്. നിങ്ങളൊന്ന് നോക്കി. ഹിസ്റ്ററി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലേ? ഹിസ്റ്ററി കഴിഞ്ഞു. മെറിൻകുട്ടി എത്തിയല്ലോ. മെറിൻ ഓർമ്മയുണ്ടാ? പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. കോൺവെക്കേഷൻ ആയിരുന്നല്ലോ, 2020 കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു. HRM 90 കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു. അപ്പൊ നമ്മുടെ മൂവിനെ അറിയില്ലേ 22 ആ കുട്ടി ഒക്കെ ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു. അപ്പൊ അവർ വലിയ എന്താ പറയാ ഭയങ്കര സന്തോഷമായിട്ട് വന്ന് കെട്ടിപ്പിടിക്കലും ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞങ്ങള് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് തന്നെ അവർ വന്ന് വേഗം സംസാരിക്കോ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ എന്താണ്, അവർ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, PGയിൽ കുറച്ച് കുട്ടികൾ നമ്മുടെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരിപ്പോ വന്നില്ല എന്നാ പറഞ്ഞത്. എല്ലാവരുടെ അന്വേഷണം പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാനപ്പോ അവരോട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പൊ 22 ഇപ്പൊ PG കയറി നിഷ. നിഷ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തിരിച്ചും അന്വേഷിച്ചാൽ പറയണു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമ്മള് നാബിന്റെ ഇവിടെ വരെയല്ലേ മിസ് പറഞ്ഞു നിർത്തിയിട്ടൊന്ന് നോക്കിയേ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, നാബ്. നാബിന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. ക്ലാസ് മാറിയോന്നാണോ? ഷംസീനയാണോ? ഷംസീന PG തന്നെയാണ്. ആദ്ര മിസ്സിന് പകരം ഇനി ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഷംസീനെ ഇപ്പൊ വന്നതാണോ? ഇല്ല. മോള് ഏതാ? 21 ബാച്ചിലെ കുട്ടിയാണോ? 21-ലാണോ ഷംസീന കുട്ടി? 20-ലെ എന്താ അറിയൂലേ? 20-ല് ഫുൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ 2022 ബാച്ചില് ഫുൾ എക്സൈൽ ഉണ്ടായിരുന്നല്ലോ. PGക്ക് വന്നത് ആണോ എന്ന് ചോദിച്ചതാണ്. PGക്കാണോ? PG ഇപ്പൊ ഏതാണ്? നിങ്ങളുടെ ബാച്ചിൽ ഇല്ലാന്നുള്ളൂ. PG 5-ലുണ്ട്, 4-ലുണ്ട്, 3-ലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ കേറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വേറെ ഇതായിരുന്നു, ക്ലാസ്സായിരുന്നു. അപ്പൊ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് PGയിലേക്ക് ഇപ്പൊ ഞാൻ കയറിയത് കേട്ടോ. PG 5 ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ ഫ്രൈഡേ ആണ് PG കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഫ്രീ ആയിരുന്നു. PG 5 കഴിച്ചപ്പോ ഞാൻ ഫ്രീ ആയപ്പോ PG 6-ലേക്ക് എന്നെ കയറ്റിയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഹിസ്റ്ററി തുടങ്ങിയല്ലേ പറയേണ്ടത്. ഒന്ന് മെസ്സേജ് ഇടോ. അഭിരാമി, ഫിമിന, ഗീത, സൗപർണിക, പേരുകളൊക്കെ പരിചയമുള്ളതാണ് എനിക്ക്. ഹിസ്റ്ററി മുതലല്ലേ നമുക്കിനി എടുക്കണ്ടേ? ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞോ ഹിസ്റ്ററി? അപ്പൊ എവിടെ എടുക്കണ്ടേ ഇനി? സ്റ്റാൻഡേർഡ്സ് പറഞ്ഞോ. സ്റ്റാൻഡേർഡ്സ് ആണോ ഇനി എടുക്കേണ്ടത്? എടുക്കണം. അപ്പൊ ഹിസ്റ്ററി പക്ഷെ മിസ് എനിക്ക് മെസ്സേജ് ഇട്ടത് ഇവിടെ നാബ് മുതലാണ് എടുക്കേണ്ടത്. ആ എംബ്ലം അവിടെ മുതൽ ഇനി എടുക്കണം എന്നാ മിസ് പറഞ്ഞത്. അങ്ങനെയാണല്ലോ എന്നോട് പറഞ്ഞത്. സ്റ്റാൻഡേർഡിന് തൊട്ട് മുന്നേ അതായത് ആ എംബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നാബ് മുതലാണെന്നാണ് കേട്ടോ മിസ് എന്നോട് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ആ എംബ്ലം കണ്ടില്ലേ നാബിന്റെ? അതായത് ഹിസ്റ്ററി കഴിഞ്ഞ ആ ഒരു പേജ് കേട്ടോ. യെസ്, അവിടെ മുതലാണ് എടുക്കേണ്ടതെന്നാണ് മിസ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും പേജ് ഒക്കെ എടുത്തില്ലേ? ടെസ്റ്റില് പേജ് എടുത്ത് വെക്കുക. എന്തെങ്കിലും നോട്ട് ചെയ്യാൻ പെൻ എന്തെങ്കിലും എടുത്ത് വെക്കുക. പേനയോ പെൻസിലോ എന്തെങ്കിലും എടുത്ത് വെക്കുക. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയണത് കൃത്യമായിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്തിടുക. ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് 6 or 7 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ഒന്ന് നോട്ട് ചെയ്യാൻ പറയുന്നത്. ഇത് ഫുള്ളി ഇന്ന് ബൈഹാർട്ടിയില് എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് പോണം. ഇനി ഞാൻ എടുക്കാത്ത ബാച്ചിലെ കുട്ടികൾ, അതായത് 21-ലെ കുട്ടികൾക്ക് എന്തെങ്കിലും ക്ലാസ്സിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടണം കേട്ടോ. മനസ്സിലായില്ലെങ്കിലോ മിസ് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. നിങ്ങളെ ഞാനും പരിചയപ്പെട്ട് വന്നേയുള്ളൂ. 2022 ഓക്കെയാണ്. അവർക്ക് ഒരു പ്രശ്നമില്ലാന്ന് എനിക്കറിയാം. എന്റെ കുട്ടികൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? നാബിനെ കുറിച്ചാണ്. നാബ് എന്ന് പറഞ്ഞ എന്താ? 2005-ല് നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. മിസ് പറഞ്ഞിട്ടുണ്ടാവും അത് അല്ലെ? അതായത് 2005-ല് 2005-ല് നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു ബോർഡാണ്
നാബ് എന്ന് പറയുന്നത്. ഇത് ഏതിന്റെയാണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ്, ഒരു ഭാഗമാണ്. ഏതിന്റെയാണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, QCIയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ആ നാബിന്റെ സെക്ഷൻ എടുത്തപ്പോ തന്നെ എംബ്ലം കണ്ടില്ലേ? ആ എംബ്ലത്തിൽ എന്താ അവിടെ നോട്ട് ചെയ്തേക്കുന്നത്? എംബ്ലത്തിൽ എന്ത് കാര്യമാണ് നാബ് ഫോക്കസ് ചെയ്യണേ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ, അല്ലെ? അത് ഉറപ്പുവരുത്താനാണ് ഹോസ്പിറ്റലുകളിൽ പേഷ്യന്റിന്റെ സേഫ്റ്റി, സുരക്ഷ, ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണം, അല്ലെ? അവര് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ്, അതിന്റെ ക്വാളിറ്റി, പേഷ്യന്റ് സുരക്ഷ, ഇതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, അല്ലെ? ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതായത് അതാ നാബിന്റെ മാനദണ്ഡങ്ങൾ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് അവിടെ നാബിന്റെ ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെന്ത് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. അതായത് ആ നാബിന്റെ എംബ്ലത്തിൽ തന്നെ കിടക്കുന്നുണ്ട് എന്താ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. അപ്പൊ നമ്മൾ പറഞ്ഞത് 2005 ഫോം ചെയ്തതാണ് നാബ്. ഏതാണ്? നാഷണൽ ലെവലിലാണ്. നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആ ടെക്സ്റ്റ് നിങ്ങൾ നോക്കാട്ടോ. As the demand for accreditation grows, the Joint Commission International Accreditation (JCI) was established for this purpose in the USA in the year of 1998. ഇനി അവിടെ ഒന്ന് നോട്ട് ചെയ്തോളണം. നാബ് എന്ന് പറഞ്ഞൊരു അബ്രിവേറ്റഡ് ഫോം ആണ്. എക്സ്പാൻഡഡ് ഫോം ഏതാണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതൊന്ന് നോട്ട് ചെയ്യണോട്ടോ. എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെക്കാം. ഇത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ്. ആ രണ്ട് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്തോളണം കേട്ടോ. QCI, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡാണ് ഏതെന്ന് പറയുന്നത്? നാബ് എന്ന് പറയുന്നത് ഒരു അംഗമാണ്, ഒരു ഭാഗമാണ് നാബ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. As the demand for the accreditation grows, അക്രഡിറ്റേഷന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോട് കൂടി, അതായത് ഇപ്പൊ എന്താ ഒരു നാബിന്റെ അക്രഡിറ്റഡ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സേഫ്റ്റി കാര്യങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ പേഷ്യൻസ് ഒക്കെ എങ്ങോട്ട് പോകാനാണ് ഇഷ്ടപ്പെടുന്നേ? അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ, അല്ലെ? അക്രഡിറ്റേഷൻ ഉള്ള ഒരു നല്ലൊരു അംഗീകാരമുള്ള ഹോസ്പിറ്റലിൽ പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താണ്? അക്രഡിറ്റേഷന്റെ ഡിമാൻഡ് വർദ്ധിച്ചു. അപ്പൊ ആ അക്രഡിറ്റേഷന്റെ ആ ഡിമാൻഡ് വർദ്ധിച്ചതോടുകൂടി ആരും കൂടി അവിടെ വന്നു? ദ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ (JCI) വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ ഈ നാബിന്റെ ഒപ്പം തന്നെ ആരും കൂടി വന്നു? അതുപോലെ ഒരു എന്താ പറയാ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ്. അത് ഇന്റർനാഷണൽ ലെവലില്. അതൊന്നും നോക്കണം കേട്ടോ. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് അവിടെ നാബും JCIയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പഠിക്കാനുണ്ട് അവിടെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നാബ് ഏത് ലെവലിലാ? നാഷണൽ ലെവലില്. നാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ് നാബ്. JCIയോ ഇന്റർനാഷണൽ ലെവലിലാണ്. ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് JCI. അപ്പൊ അക്രഡിറ്റേഷന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടുകൂടി അവിടെ ആരും കൂടി എത്തി? JCIയും കൂടി എത്തി. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ JCIയുടെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യുക കേട്ടോ. അണ്ടർലൈൻ ചെയ്തു വെച്ചോ. വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ പർപ്പസ് ഇൻ ദ USA. യുഎസ്എയില് ഇൻ ദ ഇയർ 1998. 1998 യുഎസ്എയില് ആരും കൂടി ഈ അക്രഡിറ്റേഷൻ കൊടുക്കുക എന്ന പർപ്പസിന് വേണ്ടി അവിടെ ആരും കൂടി വന്നു? JCI വന്നു. Okay. The JCI accreditation standards are based on consent standards developed by healthcare professionals from many countries. ഇനി JCIയുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ചുമ്മാ അങ്ങനെ പറയുന്നതല്ല. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെ? അവര് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പൊതുവായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഈ നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ്? എങ്ങനെയാണ്?
പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ അല്ലെ, പൊതുവായിട്ടുള്ള കൺസെൻസ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള പൊതുസമ്മതം, അവരുടെ എല്ലാവരുടെയും കൂടി പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വികസിപ്പിച്ചെടുത്ത ഒരു പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്ത് നാവിന്റെ സ്റ്റാൻഡേർഡ് JCIയുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഇതൊരു കഥ പോലെ ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് ഫെമിന കുട്ടി ഏത് ബാച്ചാടാ? ഒന്ന് മെസ്സേജ് ചെയ്തോ. ഫെമിന 21. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ചോദിച്ചപ്പോ തന്നെ 21 കുട്ടി അത് റെസ്പോണ്ട് ചെയ്ത് വളരെ സന്തോഷം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? 2022 എപ്പോഴും ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്കറിയാം മിസ് ഇങ്ങനെയാണ് ക്ലാസ് എന്നുള്ളത്. ഓക്കെ, മറ്റു കുട്ടികളോടാണോ ഞാൻ ചോദിച്ചത്? 21 വലിയ പരിചയം ഉണ്ടാവില്ലല്ലോ എന്നെ, അതുകൊണ്ടാണ് അവരോട് പ്രത്യേകം ഒന്ന് എടുത്ത് ചോദിച്ചത്. എന്റെ കുട്ടികൾ ഓക്കെ ആണെന്ന് എനിക്കറിയാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ അങ്ങനെ JCI എന്ന് പറഞ്ഞ ഒരു ബോർഡും കൂടി വന്നു. ആ JCIയുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞത്? നമ്മള് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വികസിപ്പിച്ചെടുത്ത പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഇനി ആ ഇന്റർനാഷണൽ ബോഡി നോൺ ആസ് ദ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ, അണ്ടർലൈൻ ചെയ്തത് ഒരു ഇന്റർനാഷണൽ ബോഡി ISQUA. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റ് പേജിൽ പഠിക്കേണ്ട ISQUA was then established an umbrella organization. എന്തായിട്ട് എല്ലാത്തിന്റെ മേളില് ഇങ്ങനെ അംബ്രല്ല എന്ന് പറഞ്ഞ കൊട പിടിച്ചേക്കല്ലേ, എല്ലാ അക്രഡിറ്റേഷൻ ബോഡികൾക്കും എന്താണ് ഒരു അംഗീകാരം കൊടുക്കുന്ന, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് ISQUA എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്തോളണം. ISQUന്റെ എക്സ്പാൻഡഡ് ഫോം കേട്ടോ. അപ്പൊ എല്ലാ ബോർഡ് ഇപ്പൊ JCIക്കും നാവിനും ഒക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്, മറ്റുള്ള ബോഡികൾക്ക് അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്ന ആരാണ്? അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ്? മറ്റുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ്? വെരി ഗുഡ്. ആരാണ്? ISQUA ആണ്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, അത് സ്ഥാപിച്ചു. ഏതാണ്? ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആയിട്ട് എല്ലാത്തിന്റെ മേലില് കുടപിടിക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അതായത് അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അംഗീകാരം കൊടുക്കുന്നതിന്, അക്രഡിറ്റേഷൻ അപ്രൂവൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അവിടെ ഒരു കാര്യമുണ്ട്. ഇൻ 1999 ലോഞ്ച് അവർ എന്ത് ചെയ്തു? ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ആ പ്രോഗ്രാമിന്റെ പേരാണ് അജണ്ട ഫോർ ലീഡർഷിപ്പ് ഇൻ പ്രോഗ്രാംസ് ഇൻ ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അതിനെ ഷോർട്ട് ചെയ്ത് ALPHA എന്ന് പറയാം കേട്ടോ. ആ പ്രോഗ്രാമിന്റെ പേരെന്തായിരുന്നു? അജണ്ട for leadership in programs in healthcare accreditation, ALPHA എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവർ ലോഞ്ച് ചെയ്തു. ഇനി എന്തിനു വേണ്ടി ആ പ്രോഗ്രാം എന്താ ചെയ്യാ? Provide the service to various national accreditation bodies to provide and administer standards of health care according to international standards. എന്തിനനുസൃതമായിട്ട്? അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ആരോഗ്യ സംരക്ഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. ഇതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അവര് പ്രൊവൈഡ് ദ സർവീസ് എന്താണ് കൊടുക്കുന്നത്? ഈ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് മറ്റ് ആരോഗ്യ സംരക്ഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അക്രഡിറ്റേഷൻ ബോഡികൾക്ക് സർവീസ് കൊടുക്കുക. കണ്ടോ? അജണ്ട for leadership in program in healthcare accreditation which provides service കൊടുക്കുക. ആർക്ക്? to various national accreditation ബോഡിക്ക്. എന്തിനു വേണ്ടിയാ? പലതരത്തിലുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു.
ഓക്കെ, അവിടെ എന്താണ് പറയുന്നത്? which provide the service to various national accreditation body to provide and administer standard of health care according to international standards. എങ്ങനെയാ? അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ആരോഗ്യ സംരക്ഷണ നിലവാരം ഉറപ്പുവരുത്താനും അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് സേവനങ്ങൾ നൽകുക എന്നതാണ് ആ ഒരു പ്രോഗ്രാം, അവർ ലോഞ്ച് ചെയ്ത ആ പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പേജ് നമ്പർ എത്രയാണെന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കും ആരെങ്കിലും. ഓക്കെ, 104. അപ്പൊ ആ ഒരു പേജ് നമുക്ക് ക്ലിയർ അല്ലേ? പേജ് അല്ല, ആ ഒരു പാരഗ്രാഫ് ക്ലിയർ അല്ലേ? JCIയുടെ കാര്യം പറഞ്ഞു, അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം. പിന്നെ എല്ലാത്തിനും അക്രഡിറ്റേഷൻ കൊടുക്കാൻ ആരാ അവിടെ നിൽക്കുന്ന ആള്? ISQA. മറ്റ് അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കാൻ ISQA എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ അവര് എന്ത് ചെയ്തു? ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? ടു പ്രൊവൈഡ് ദ സർവീസ് ടു വേരിയസ് നാഷണൽ അക്രഡിറ്റേഷൻ ബോഡി. അതൊന്നും അണ്ടർലൈൻ ചെയ്തു. ഇതിനു വേണ്ടിയിട്ടാണ് സർവീസ് കൊടുക്കാൻ, പല നാഷണൽ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് സേവനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോഗ്രാം അവർ ലോഞ്ച് ചെയ്തു. In India, the NAC system was established in 2006 as a constituent board of QCI to establish and operate an accreditation program for healthcare organization. നമ്മൾ ആദ്യം പറഞ്ഞു നാബ് സ്ഥാപിച്ചത് എന്നാ 2005-ലാണ്. എന്നാല് ഫസ്റ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം, ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഒരു വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം, അതായത് എന്നാ 2006-ലാണ്. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. The NAB system was established in 2006. അത് എന്തിന്റെ ഘടക ബോർഡാന്ന് പറഞ്ഞിട്ട്? QCIയുടെ ഘടക ബോർഡ്, കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് ഓഫ് QCI to establish and operate accreditation program. കണ്ടോ? ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം സ്ഥാപിച്ചത് എന്നാണ്? നാബ് വന്നത് 2005-ല്. പക്ഷെ ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം, ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം രൂപീകരിച്ചതെല്ലാം, സ്ഥാപിച്ചതെല്ലാം, എസ്റ്റാബ്ലിഷ് ചെയ്തത് 2006-ല്. മാറിപ്പോകും അത്? മാറിപ്പോവോ? ആ പ്രോഗ്രാം ആണ് 2006-ല്. നാബ് ചോദിച്ചു കഴിഞ്ഞാൽ 2005 കേട്ടോ. ഉറക്കത്തിൽ പോലെ പറഞ്ഞോളണം. നാബ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2005-ല്. എന്താണ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം? ഫസ്റ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഇന്ത്യയില് രൂപീകരിച്ചത് എന്നാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ് 2006-ല്, 2006. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? യെസ്. The purpose of NAB was design and monitor healthcare standards for hospital and healthcare providers in accordance with the international standard. അവിടെ ഒരു കാര്യം കൂടി ഒന്ന് നോക്കി. ഇതിന്റെ പർപ്പസ് എന്താ? എന്താണ് ആ പർപ്പസ് എന്ന് പറയുന്നത്? The purpose of NAB was to design and monitor healthcare standards for the hospital and healthcare providers in accordance with the international standards. അപ്പൊ NAB എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കി, അതെന്താണ്? അന്താരാഷ്ട്ര നിലവാരത്തിന് അനുസൃതമായിട്ട് ഒരു ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഡിസൈൻ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. ആ ഒരു ഉദ്ദേശമാണ്. ഉണ്ടാവും. The purpose of NAB എന്താണ്? Was to design and monitor healthcare standards. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് തരുക. 2006 എന്നുള്ള ഡേറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോളണം. ഇനി അതിന്റെ പർപ്പസ് എന്തായിരുന്നു ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? Was to design and monitor healthcare standards for hospital and healthcare providers. എന്തിനനുസൃതമായിട്ട്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, അന്തർദേശീയ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ഹോസ്പിറ്റലിലും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഒക്കെ എന്താണ് ഈ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് അതിനെ രൂപീകരിക്കുകയും അതിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുക എന്നതാണ് നാബിന്റെ ഒരു ഉദ്ദേശം. The first edition of standard was released in 2006. നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഫസ്റ്റ് എഡിഷൻ സ്റ്റാൻഡേർഡ് എന്നാണ് വന്നത് നാബിന്റെ 2006-ലാണ്. The first edition of standard was released in 2006. 2006-ലാണ് ഫസ്റ്റ് എഡിഷൻ സ്റ്റാൻഡേർഡ് റിലീസ് ചെയ്തത്. ആൻഡ് റിവൈസ്, അത് റിവൈസ് ചെയ്തത് എപ്പോഴാ? 3 വർഷം കൂടുമ്പോഴും. അതൊന്ന് നോട്ട് ചെയ്തേ.
നാവിന്റെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് 3 വർഷം കൂടുമ്പോഴാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? 3 വർഷം കൂടുമ്പോൾ അവര് ആ സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യും. പക്ഷേ അത് ഹോസ്പിറ്റലിൽ വരുന്നത് 4ാമത്തെ വർഷമാണ്. ക്ലിയർ ആയോ നോക്കിയേ പറഞ്ഞത്? നാവ് ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യും. അല്ലാതെ ഇപ്പൊ പറയുന്നതായിരിക്കും അടുത്ത ഇതിൽ വരുന്നത്. എന്നും ഒന്നും ഒരുപോലെ അല്ലല്ലോ. ജനറേഷൻ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ അനുസരിച്ച് നാം എന്ത് ചെയ്യും? അവരുടെ സ്റ്റാൻഡേർഡ്സിന് വ്യത്യാസം വരുത്താം. പണ്ടത്തെ ആയിരിക്കില്ല ഇപ്പോഴത്തെ മാനദണ്ഡങ്ങളിലൊക്കെ വരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും? ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര വർഷം കൂടുമ്പോഴാണ് പറഞ്ഞേ? 3 വർഷം കൂടുമ്പോൾ നാവ് സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യും. എന്നിട്ട് 4ാമത്തെ വർഷത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലില് പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ. Then, currently, the 4th edition of NAVU standards released in December 2015. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ. അതായത് ഈ ടെക്സ്റ്റ് ഉള്ളതാണ് 4th edition. പക്ഷെ ഇപ്പൊ 4th edition അല്ല. ഇപ്പൊ നമ്മൾ നാവിന്റെ ഫോളോ ചെയ്യുന്ന 6th edition ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തു. അതായത് 5th April 2020 to 24 ആണ് 5th edition. 2020 മുതൽ 2024 വരെ 5th edition ആണ് നാവിന്റെ. അപ്പൊ ഇപ്പൊ നമ്മുടെ 2026 ഇപ്പൊ ഏത് എഡിഷനാ തന്നെ? 6th edition. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അതൊന്നും ആരെങ്കിലും നാവ് മൊത്തം പഠിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ നാവിന്റെ ഏത് എഡിഷനാന്ന് വെച്ചാൽ പറയണ്ടേ? ഏത് എഡിഷനാണ് നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലുള്ള? നാവിന്റെ 6th edition. വെറുതെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഏത് എഡിഷനാന്ന് പറഞ്ഞേ? ഏത് എഡിഷൻ ആണ്? 6th edition ആണ് ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ ഫസ്റ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം 2006 അല്ലെ? അതിന്റെ പർപ്പസ് എന്താണ്? ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഡിസൈൻ ചെയ്യുക, മോണിറ്റർ ചെയ്യുക. പിന്നെ ഈ നാവ് എന്ത് ചെയ്യും? അവര് ഓരോ 3 വർഷം കൂടുമ്പോഴും അത് ചോദിക്കാറുണ്ട് കേട്ടോ. റിവൈസ് ചെയ്യുന്നത് 3 വർഷം കൂടുമ്പോഴാണ്. അത് ഹോസ്പിറ്റലില് പ്രാബല്യത്തിൽ വരുന്നത് 4ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നത് ഏത് എഡിഷനാന്ന് പറഞ്ഞേ? 6th edition. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലാസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ടൈം ടേബിൾ അവിടെ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു 2022 ഒക്കെ എന്റെ കുട്ടികളാണ്, ഞാൻ കേറിക്കോളാന്ന് പറഞ്ഞ് കേറിയതാണ് കേട്ടോ പിള്ളേരെ. ഓക്കെ, എനിക്കൊരു വിഷമായിരുന്നു PG നിങ്ങളുടെ ബാച്ചിലേക്ക് കയറാൻ പറ്റാത്തോണ്ട്. 5th ബാച്ച് ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ ആണ് PGയുടെ 5 കഴിഞ്ഞതേ. അപ്പൊ അന്ന് ടൈം ടേബിൾ ഇടാൻ നോക്കിയപ്പോ എനിക്ക് ഫുൾ അവർ 12 അവറാണ് എനിക്ക് പറയുന്നത്. അത് ഫുള്ള് ഫിറ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് സത്യം പറഞ്ഞ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കയറാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഇത് വന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് വേഗം കയറിയതാണ്. അപ്പൊ എനിക്ക് അവിടെ 2 അവർ ഫ്രീ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ വേഗം PG6 കയറിക്കോളാം. എന്റെ കുട്ടികൾ തന്നെയാണ് അവിടെ 2022 ബാച്ചിലെ പിള്ളേര്, ഞാൻ എടുത്ത പിള്ളേര് തന്നെയാണ്, ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞാണ്. ഓക്കെ, എന്ന് വെച്ച് 21 കുട്ടികളോടൊന്നും ഇതില്ലാന്നല്ല കേട്ടോ. ഞാൻ അവരെ പരിചയപ്പെടുന്നതല്ലേ ഉള്ളൂ. ഫെമിന അപ്പൊ തന്നെ മെസ്സേജ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്റെ കുട്ടികള് ആ മെസ്സേജ് ചെയ്യുന്നേക്കായി മുതൽ 21 കുട്ടി, എനിക്ക് അതാ വേണ്ടത്. ഞാൻ എടുക്കാത്ത ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലാവുണ്ടാവുന്നല്ലേ ഞാൻ നോക്കേണ്ടത് അല്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മിസ് മാറിയിട്ട് വേറെ മിസ് വരുമ്പോ ചിലപ്പോ നമുക്ക് അയ്യോ ആ മിസ് മതിയായിരുന്നു അങ്ങനെയൊക്കെ ചിലപ്പോ തോന്നാം അല്ലെ? അപ്പൊ അയ്യോ വേറെ മിസ് വരുമ്പോ ചിലപ്പോ സങ്കടമൊക്കെ തോന്നാം. അങ്ങനെ എന്താ പറയാ, അങ്ങനെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഞാൻ ആദ്യം ചോദിക്കണ്ടല്ലോ. അവരെ പിന്നെ എനിക്കറിയാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലേ? അതാണ് ഞാൻ ഓരോ പാരഗ്രാഫും കഴിയുമ്പോൾ ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ കേട്ടോ? ഇച്ചിരി സ്പീഡിൽ ഞാൻ ഇത്തിരി കൂടി സ്പീഡിൽ എടുക്കും. എന്നുവെച്ചാൽ നമ്മൾ വലിയൊരു ചാപ്റ്റർ അത് മിസ്സാണ് ഈ 5th മൊഡ്യൂളിൽ എത്തിയിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്തിട്ടേ പോക്കുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ അത്രയും കാര്യങ്ങള്? ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആണ്. എനിക്ക് നിങ്ങളെ മിസ് ചെയ്തപ്പോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കോൺവെക്കേഷനിൽ കണ്ടപ്പോഴും അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് നോക്കി ഒരു ചെറിയ കാര്യം കൂടി ഉള്ളൂ. NAV is an institutional member of Accreditation Council of ISQA. പറഞ്ഞത് തന്നെയാണ്.
ISQUA. NAB is the institutional member of accreditation council of the ISQUA. The ISQUA accreditation council ഒരു institution അംഗമാണ്, institutional member ആണ് ആര്? NAB എന്ന് പറയുന്നത്. ISQUA accreditation council ഒരു member ആണ് NAB. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Now she is an institutional member of accreditation council of ISQUA. Ada NAB. A sentence underline ചെയ്തോളാം. The standards set by the NAB have been accredited and approved by ISQA. അപ്പൊ NABിന്റെ സ്റ്റാൻഡേർഡ്സ് അതിന് അക്രഡിറ്റ് അംഗീകാരം കൊടുക്കുന്നതിന് അതിന് അപ്രൂവൽ കൊടുക്കുന്നതും ആരാ? അക്രഡിറ്റേഷൻ കൊടുത്തോ എന്ന് പറഞ്ഞ് NABിന് ആ അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ്? ISQUA ആണ്. അതും കൂടി അണ്ടർലൈൻ ചെയ്തേ. The standards set by the NAB have been accredited and approved by ISQUA. അണ്ടർലൈൻ ചെയ്തോ? ആ രണ്ട് സെന്റൻസ് വേണം കേട്ടോ. എക്സാമിന് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ISQUA ആണ്. This means that എന്താ അർത്ഥമാക്കുന്നത്? The NAB standards are in alignment. Alignment എന്ന് വെച്ചാൽ അതുമായിട്ട് പൊരുത്തപ്പെടുക with the global benchmark set by the ISQUA. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താണ് അർത്ഥം? NABിന്റെ മാനദണ്ഡങ്ങള് അന്തർദേശീയ നിലവാരത്തിന് തുല്യമാണ്. ഈ NABിന്റെ സ്റ്റാൻഡേർഡ്സ് ഏതുമായിട്ട് പൊരുത്തപ്പെടണം? With the global benchmark set by the ISQUA. ISQUA ആഗോള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അതിന് പൊരുത്തപ്പെടണം NABിന്റെ സ്റ്റാൻഡേർഡ്. അല്ലെങ്കിൽ ISQUA NABിന് അക്രഡിറ്റേഷൻ കൊടുക്കോ? ഇല്ലല്ലോ അല്ലെ? അതായത് ISQUA-ന്റെ ആഗോള മാനദണ്ഡങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട അതുമായിട്ട് കട്ടയ്ക്ക് നിന്നാൽ മാത്രമാണ് ആര് ഈ NABിന് അക്രഡിറ്റേഷൻ കൊടുക്കുകയാണ് ഈ ISQUA. ഇതാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. അതായത് NABിന്റെ സ്റ്റാൻഡേർഡ് ഏതുമായിട്ട് പൊരുത്തപ്പെടണം? ഈ ISQUA-യുടെ ആഗോള മാനദണ്ഡങ്ങളുമായിട്ട് പൊരുത്തപ്പെടണം. ക്ലിയർ ആയോ? ഇനി ഒരു കുഞ്ഞു സെന്റൻസ് കൂടി ഉള്ളൂ. The international recognition can be achieved through accreditation of hospitals by the NAB. അപ്പൊ നമുക്ക് ഈ NABിന്റെ അക്രഡിറ്റേഷൻ കിട്ടി. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പഠിക്കുന്നു, എനിക്ക് NABിന്റെ അക്രഡിറ്റേഷൻ കിട്ടി. ആ NABിന്റെ അക്രഡിറ്റേഷൻ നേടുന്നതിലൂടെ എന്താണ് ഹോസ്പിറ്റലുകൾക്ക് എന്ത് കിട്ടും? ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അംഗീകാരം കിട്ടുന്നേ. കണ്ടോ? ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടി. പിന്നെ എനിക്ക് പേടിക്കണ്ടല്ലോ അല്ലെ? എന്താ പറയാ? ഈ NABിന്റെ അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ അച്ചീവ് ചെയ്യുന്ന ഹോസ്പിറ്റല്? ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ, ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അംഗീകാരമാണ് ആ ഹോസ്പിറ്റലിന് അവിടെ കിട്ടുന്നത്. ഓക്കെ. International recognition can be achieved through എനിക്കടെ അച്ചീവ് ചെയ്യാം accreditation of hospital by the NAB. ക്ലിയർ ആയില്ലേ? NABിന്റെ അക്രഡിറ്റേഷനിലൂടെ ഒരു അന്താരാഷ്ട്ര അംഗീകാരം കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിനകത്ത് രണ്ട് ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും ഒന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. ഇനി അടുത്ത സ്റ്റാൻഡേർഡാ. ഇത് നിങ്ങൾ ഓർക്കുന്നില്ലേ? PGക്ക് നമ്മുടെ HAയിൽ പഠിച്ചത് NABിന്റെ സ്റ്റാൻഡേർഡുകള്. ഓക്കെ. അത് തന്നെയാ നമ്മള് അന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞായിരുന്നു, ഏത് അർത്ഥത്തിൽ ചോദിച്ചാലും പറഞ്ഞോളൂ. 10 സ്റ്റാൻഡേർഡ് 102 എന്താ പറയാ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 10 ചാപ്റ്ററും 100 സ്റ്റാൻഡേർഡ്സ് അല്ലെ? 10 ചാപ്റ്ററും 100 സ്റ്റാൻഡേർഡ്സും അത് ഓർത്ത് വെക്കണം. അത് തന്നെയാ ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് കേട്ടോ ഇനി പറയുന്നത്. NABിന്റെ സ്റ്റാൻഡേർഡുകളെ കുറിച്ചാണ് ആ ഒരു പാരഗ്രാഫിൽ അവിടെ പറയുന്നത്. The hospital accreditation program assess the quality and operational system which are in place within the facility. എന്താണ്? ഒരു ഫെസിലിറ്റിക്കുള്ളിലെ ഒരു ഹോസ്പിറ്റലിൽ ആവാം, ഒരു ഹെൽത്ത് കെയറിലേക്കാം, ആ ഒരു ഫെസിലിറ്റിക്കുള്ളിലെ ക്വാളിറ്റിയും അതുപോലെ ഓപ്പറേഷണൽ സിസ്റ്റം പ്രവർത്തന സംവിധാനവും വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. അസസ് ചെയ്യുക എന്ന് വെച്ചാൽ വിലയിരുത്തുന്നു. എന്തിന് വിലയിരുത്തുന്നു? ക്വാളിറ്റിയുടെയും ഓപ്പറേഷണൽ സിസ്റ്റവും അവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണ്, ആ പ്രവർത്തന സംവിധാനവും അവരുടെ ക്വാളിറ്റിയും വിലയിരുത്തുന്ന ഒരു പ്രോഗ്രാം ആണ് ഇത് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്.
Accreditation includes compliances with the NAB standards. ഈ അക്രഡിറ്റേഷനിൽ ഇനി എന്താ ഉൾപ്പെടുന്നത് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. അക്രഡിറ്റേഷനിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? എന്താണ് ഉൾപ്പെടുന്നത്? കംപ്ലൈൻസസ് വിത്ത് ദ നാബ് സ്റ്റാൻഡേർഡ്. നാബിന്റെ സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ? അതാണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. നാബിന്റെ സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ? ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻ, അവര് പറഞ്ഞിട്ടുള്ള നിയമങ്ങള്, നിയന്ത്രണങ്ങള് ഇതെല്ലാം പാലിക്കുന്നുണ്ടോ? അതാണ് അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചുമ്മാ ഒരാൾക്ക് കൊണ്ടുവന്ന ഹോസ്പിറ്റലാ എന്തായിരിക്കട്ടെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കൊടുക്കല്ല. നാബിന്റെ അക്രഡിറ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയേക്കുന്നേ? The accreditation includes compliances with the NAB standards, applicable laws and regulation. അവിടെ applicable ആയിട്ടുള്ള laws, regulation, NABിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ പാലിക്കുന്നുണ്ടോ? അതാണ് അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. The NAB standards for hospital are prepared by. ഇനി ഇത് ആരാണ് തയ്യാറാക്കുന്നത്? ഇനി ആരാണ് ഈ നാബിന്റെ സ്റ്റാൻഡേർഡ് തയ്യാറാക്കുന്നത്? ഹോസ്പിറ്റലില് ഈ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആര്? ബൈ ദ ടെക്നിക്കൽ കമ്മിറ്റി. ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ഇനി ആരുള്ള കമ്മിറ്റിയാ? കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ. ആരുൾപ്പെടുന്നതാ? നാബ് ദാറ്റ് വാസ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ. പ്രമുഖമായിട്ടുള്ള വ്യക്തികള്. വെറുതെ ആരെങ്കിലും അല്ല. അവിടെ ഇരിക്കുന്ന അറ്റൻഡറോ അല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ല. ആരാണ്? എലിമിനന്റ്. എലിമിനൻസ് എന്ന് പറഞ്ഞാൽ എമിനന്റ്. എമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രമുഖമായിട്ടുള്ള വ്യക്തികൾ. ഫ്രം എവിടെ നിന്നുള്ള പ്രമുഖരാന്ന് നോക്കിയേ? ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ. ഇവിടെ മൂന്നിടങ്ങളിലും കണ്ടോ? ക്ലിനിക്കൽ ഏരിയയിൽ നിന്ന്, നഴ്സിംഗ് ഏരിയയിൽ നിന്ന്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നും പ്രമുഖരായിട്ടുള്ള വ്യക്തികളുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഈ നാബിന്റെ സ്റ്റാൻഡേർഡുകള് പ്രിപ്പയർ ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. ആ കമ്മിറ്റിയിൽ ആരൊക്കെയാന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ക്ലിനിക്കൽ, നഴ്സിംഗ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ്. വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റലിൽ തയ്യാറാക്കുന്നത്. തയ്യാറാക്കുന്നില്ലേ മക്കളെ? യെസ്. കുട്ടി വേഗം തന്നെ തമ്മിടുണ്ട് കേട്ടോ. ഓക്കെ. നിങ്ങൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഈ കുറച്ച് തമ്പൊക്കെ ഞാൻ കാണുള്ള, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഈ സ്ക്രീനിന്റെ പുറകേല് കുറച്ച് തമ്പൊക്കെ വന്നത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ. ഓക്കെ. എല്ലാവരും ഞാൻ കാണണ്ട കേട്ടോ. വരും. ഓക്കെ. ഓക്കെ. സ്നേഹമൊക്കെ തമ്മിട്ടുണ്ട്. ഓക്കെ. എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആവണം, നിങ്ങൾക്ക് മനസ്സിലാവണം. അതാണ് അത്. ഞാൻ അങ്ങനെയാണെന്ന് കുറച്ച് പേർക്ക് അറിയാലോ. ഞാൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. എന്റെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒരു കോഴ്സ് ചെയ്യാണ്, അപ്പൊ അതിൻ്റെതായ സീരിയസ്നെസ് എടുക്കുക. 1 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആ 2 മണിക്കൂർ ക്ലാസ് എന്ന് പറയുമ്പോൾ ആ 2 മണിക്കൂർ മാക്സിമം നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിക്കുക കേട്ടോ മക്കളെ. വീട്ടിലിരുന്നൊക്കെ ചിലപ്പോൾ വായിക്കാനൊക്കെ ചിലപ്പോൾ പറ്റിയെന്നൊന്നും വരില്ല ചിലപ്പോൾ ഒക്കെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ കയറുന്നവര് ക്ലാസ്സിനുള്ളിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. ഓക്കെ. അതുകൊണ്ടാണ് ഓരോന്നും ഇങ്ങനെ വേഗം നോട്ട് ചെയ്യാനും അതൊന്നും പറയാനും പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ. അപ്പൊ ഇങ്ങനെ ഇത്രയും വേദികളൊക്കെ ഉൾപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടുന്നവര് അവരാണ് ഹോസ്പിറ്റലിലെ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്തത്. ഇനി നോക്കിയേ. The accreditation standards take into consideration that the requirements for various laws and regulations are the guidelines set by the government from time to time. കണ്ടോ? അതായത് ഗവൺമെന്റ് അവിടെ ഉണ്ടല്ലോ കാലാകാലങ്ങളിൽ ഇപ്പത്തെ ആയിരിക്കില്ല പിന്നെ വരുമ്പോ അതാണ് അവർ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും നാബിന്റെ സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യുന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന വിവിധ നിയമങ്ങളും ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ അക്രഡിറ്റേഷന്റെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഇപ്പത്തെ ആയിരിക്കില്ല പിന്നെ വരുമ്പോഴേ. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ടൈം ടു ടൈം ആയിട്ട് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന വിവിധ നിയമങ്ങളും ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ അക്രഡിറ്റേഷന്റെ മാനദണ്ഡങ്ങളിലും അവരവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. The NAB standards has 10 chapter. അണ്ടർലൈൻ ചെയ്തോ? പഠിച്ചത് തന്നെയാണ് നമ്മൾ ചെയ്ത്. 10 chapter, 100 standards, 651 objective elements. അതിന് ഇപ്പൊ അങ്ങനെ തന്നെ ആണെന്നില്ല കേട്ടോ. അതിന് വ്യത്യാസം വരാൻ റീസെന്റ് ആയിട്ടേ. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് തന്നേക്കുന്നത് ഇതാണ്. നമ്മുടെ ഓപ്ഷൻ നോക്കാം. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കാം. ഇത് തന്നെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് തന്നെ എഴുതിക്കോട്ടോ.
നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് തന്നേക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ നിങ്ങൾ നോക്കാം. ഇപ്പൊ അതിന് വ്യത്യാസം വരും. ഇത് റീസെന്റ് ആയിട്ട് ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം വരാം. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഒക്കെ ചിലപ്പോൾ കുറച്ച് കൂടാം, അങ്ങനെയൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ നോക്കാം. എത്രയാണ്? 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, ഇനി നോക്കിയേ, ഔട്ട് ഓഫ് 600 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 102 102 ഏതില വന്നേക്കുന്നത്? ഫോർ കാറ്റഗറി. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടോ അവിടെ CORE എന്നുണ്ടോ? ഫോർ കാറ്റഗറി എന്നുണ്ടോ നോക്കിയൊന്ന്. 102 ഇല്ല. അതൊന്ന് എഴുതി ചേർത്ത്. അവിടെ നമ്മൾ പഠിച്ചതാണ് CORE, ഫോർ കാറ്റഗറി. അതെന്താ? പ്രധാന വിഭാഗത്തിൽ വരുന്ന പ്രധാന വിഭാഗം. അത് നോക്കണം കേട്ടോ. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 ആർ ഇൻ കോർ കാറ്റഗറി. ഏതിൽ വരുന്നതാണ്? 102 കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. പ്രധാന വിഭാഗത്തില് വരുന്നതാണ് 102. അതെപ്പോഴാ അസസ് ചെയ്യണമെങ്കിൽ വിച്ച് ആർ മാൻഡേറ്ററി അസസ്ഡ് ഡ്യൂറിംഗ് ഈച്ച് അസസ്മെന്റ്. ഓരോ നിരീക്ഷണ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തുന്നതാണ്. പ്രധാന വിഭാഗത്തിൽ വരുന്നതാണ്. കണ്ടോ? 102 ഏത് കാറ്റഗറിയിലാണ്? കോർ കാറ്റഗറി. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അത് എപ്പോഴാണ് വിലയിരുത്തുന്നത്? വിച്ച് ആർ മാൻഡേറ്ററി അസസ്ഡ് ഡ്യൂറിംഗ് ഈച്ച് അസസ്മെന്റ്. ഓരോ മൂല്യനിർണ്ണയ സമയത്തും വിലയിരുത്തപ്പെടുന്നവയാണ് അത്. ഇനി അതിന് നോക്കി അടുത്തത് ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റില് 459 ഏതിൽ വരുന്നു? കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. പ്രതിബദ്ധതാ വിഭാഗം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. പ്രതിബദ്ധതാ വിഭാഗം which will be assessed during final assessment. അതെപ്പോഴാണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അത് അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തുന്നതായിരിക്കണം. അത് ആ 459 എണ്ണത്തിന് ഫൈനൽ അസസ്മെന്റ്. ഓക്കെ, which will be assessed during final assessment. അന്തിമ മൂല്യനിർണ്ണയ സമയത്താണ് അത് വിലയിരുത്തുന്നത്. ഇനി അതില് 651 60 60 വരുന്ന അച്ചീവ്മെന്റ് കാറ്റഗറി, നേട്ട വിഭാഗം. അണ്ടർലൈൻ ചെയ്തോ? നേട്ട വിഭാഗം which will be assessed during surveillance assessment. അവ നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ്. നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തുന്നതാണ്. ഓക്കെ, നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തുന്നതാണ്. And 30 are in excellence category. അപ്പൊ 651 30 വരുന്ന എക്സലൻസ് കാറ്റഗറിയില് മികവ് വിഭാഗം. അതെപ്പോഴും അസസ് ചെയ്യണ്ടേ? which will be assessed during റീഅക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ് ബാക്കി 30. അപ്പൊ എല്ലാം കൂടി കൂട്ടി 651 ആയോ? നോക്കിയേ, 102 പ്ലസ് 459 പ്ലസ് 60 പ്ലസ് 30 ആയോ? 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിന് ഇങ്ങനെയാണ് അവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോളണം കേട്ടോ. ഏത് കാറ്റഗറി ആണെന്നുള്ളത് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കാം, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 102 ആർ ഇൻ ഡാഷ് കാറ്റഗറി. ഏതായിട്ടും നമ്മള് കോർ കാറ്റഗറി, 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി, 60 അച്ചീവ്മെന്റ് കാറ്റഗറി, 30 എക്സലൻസ് കാറ്റഗറി. ക്ലിയർ അല്ലേ നാലും? ഓക്കെ, യെസ്. ഇനി അടുത്ത നോക്കിയേ, the NAAC standards, 4th edition standards are document in 10 chapter which are assessed follow. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ NAACന്റെ 4th edition standardsനെ നമ്മൾ 10 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാ അവിടെ പഠിക്കാന്ന് പറയട്ടെ. ഇതിനകത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് ആ എക്സ്പാൻഡഡ് ഫോം ഇല്ലേ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിന്ന് ഓരോന്നിന്റെ എക്സ്പാൻഡ് COP, എക്സ്പാൻഡ് MOM അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ അതില് ആദ്യത്തെ 5 പേഷ്യൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അത് നിങ്ങൾക്ക് അറിയാലോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ആദ്യത്തെ 5 ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതി വെച്ചോ അവിടെ, പേഷ്യൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സ്. എന്തിനാ ആരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? ആ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് അതിലെ ആദ്യത്തെ 5. ഓക്കെ,
ഇനി അടുത്ത 5 എണ്ണം 10 എണ്ണത്തിൽ അടുത്ത 5 എന്താ? ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്. അവിടെ എന്തിനാ? ആ ഓർഗനൈസേഷനെ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് അടുത്ത 5 എണ്ണം. കിട്ടിയോ? ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡും, രണ്ടാമത്തത് 5 എണ്ണം പിന്നത്തെ 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സും ആണ്. അതായത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്സ് വരുന്നത് ഏത്, ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സ് വരുന്നത് ഏത്? ക്ലിയർ ആയോ പറഞ്ഞത്? 5 എണ്ണം വരെ വേണമെങ്കിൽ ഒരു വരയിട്ട് വെച്ചോ, എന്നിട്ട് അതിന്റെ മുകളിൽ അവിടെ എഴുതി വെച്ചോ നിങ്ങൾ പേഷ്യന്റ് സെന്റേഡ് ആണ്. അടുത്ത 5 എണ്ണം 6, 7, 8, 9, 10. അടുത്ത 5 എണ്ണം ഏതാണ്? ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഡിപ്ലോമയിൽ ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്, എങ്കിൽ ഞാനൊന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നോക്കിയേ, അത് ഓരോന്നും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. നോക്കിയേ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തെ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. അതിന്റെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ 100 സ്റ്റാൻഡേർഡ് നമുക്ക് പഠിക്കാനുണ്ട് കണ്ടോ. അവിടെ PG ഡീറ്റെയിൽ ഉണ്ട് നമ്മളവിടെ. ആ ഓരോ സ്റ്റാൻഡേർഡും 100 എണ്ണം. അപ്പൊ ആദ്യത്തേക്ക് നമ്മൾ 14 എണ്ണം വന്നിട്ടുണ്ട്. ചാപ്റ്റർ 1 AAC 14 ഉണ്ട്. ഒന്നുകൂടെ പറയുമെന്നാണ്. ഓക്കെ, പറയാലോ. കഴിഞ്ഞു. പേര് ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ആദ്യത്തെ 5 എണ്ണം. ഇനി അടുത്ത 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഒന്നാമത്തെ നോക്കി ഏതാണ്? AAC ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് പഠിക്കണം? എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെച്ചാൽ മതി അവിടെ കേട്ടോ. AAC എന്താ? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇവിടെ മെസ്സേജ് ഇട്ടുണ്ട്. ആദ്യത്തെ 1 to 5 പേഷ്യന്റ് സെന്റേർഡും, അടുത്തത് 6 മുതൽ 10 വരെയുള്ളത് ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഇനി അതിന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് കെയർ ഓഫ് പേഷ്യന്റ്, COP, കെയർ ഓഫ് പേഷ്യന്റ്. അടുത്തത് മൂന്നാമത്തെ നോക്കിയേ, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചാൽ കേട്ടോ അവിടെ. അടുത്തത് നാലാമത്തെ നോക്കിയേ, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRA. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ഓരോന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ. കണ്ടോ നിങ്ങൾ? ഒന്നാമത്തെ അന്നേരം ജസ്റ്റ് ഒന്ന് പറയാട്ടോ ഞാൻ. ഇപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ഇത് മാത്രം ഒന്ന് നോക്കി വെക്കുക. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി ഇവിടെ. അത്രേ കേട്ടോ. ക്ലിയർ ആവുന്നില്ലേ പറയണേ? ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ഇപ്പൊ നിങ്ങൾ നോക്കാം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം അത് എടുക്കുമ്പോൾ. ഓക്കെ, അടുത്ത നോക്കിയേ, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM ആണ്. അടുത്തത് നാലാമത്തെ ഏതാ? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRA. അപ്പൊ അവിടെ ചോദിക്കാം എന്ത്? എക്സ്പാൻഡ് PRA, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ഇത്രയും പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഇനി അടുത്ത് നോക്കിയേ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. അത് ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM. ഇതൊക്കെ നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചതാ, ROM. അടുത്ത ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. അടുത്തത് 10ാമത്തെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഏതാണ്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഏതാണ്, ഓരോന്നിന്റെയും എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. അത്രയും കേട്ടോ. താഴെ കൊടുത്തേണ്ട കണ്ടോ. ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആർ, ഫസ്റ്റ് എത്ര ചാപ്റ്റർ? 5. ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ് ആൻഡ് റിമൈനിങ് 5 ചാപ്റ്റേഴ്സ്. അപ്പൊ ഫസ്റ്റ് 5 എന്ന് അവിടെ വേണമെങ്കിൽ എഴുതി ചേർത്തോ. ടെക്സ്റ്റിൽ ഉണ്ടോ നിങ്ങളുടെ? ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ആർ പേഷ്യന്റ് സെന്റേർഡ്. ഇല്ല, അതൊന്ന് എഴുതിക്കോടെ. ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ആർ, ആദ്യത്തെ 5 ചാപ്റ്റർ പേഷ്യന്റ് സെന്റേർഡ് ആണ്. ആൻഡ് റിമൈനിങ് 5 ചാപ്റ്റർ, ബാലൻസ് 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ടേബിളും അതിൽ നിന്നൊന്നും അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ.
എക്സാമിന് ചോദിക്കാറില്ല. ജസ്റ്റ് നോക്കി ആ 10 ചാപ്റ്ററിന് നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റീവ് ഇലവൻസ് ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. ചാപ്റ്റർ 1 AAC ആണ്. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് AACയുടെ എത്രയുണ്ട് 40. അതിൽ ഒബ്ജക്റ്റീവ് എലമെന്റ് 96. സ്റ്റാൻഡേർഡും ഒബ്ജക്റ്റീവ് എലമെന്റും എന്താണ് അടുത്ത പാരഗ്രാഫിൽ പഠിക്കേണ്ടത് കേട്ടോ. അടുത്ത പാരഗ്രാഫിൽ വരുന്നുണ്ട്. അവിടെ രണ്ടിന്റെ എന്താന്നുള്ളത് ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പറയാം. ഇനി അടുത്ത ചാപ്റ്റർ 2 എത്ര COP ആണ്. സമ്മറി എത്രയുണ്ട് 22. ഒബ്ജക്റ്റീവ് എലമെന്റ് 151. പിന്നെ ചാപ്റ്റർ 3 ഹോം 13. സമ്മർ സ്റ്റാൻഡേർഡ് 13. ഒബ്ജക്റ്റീവ് എലമെന്റ് 76. അങ്ങനെ ആ നമ്പർ മാത്രം. ഇനി അത് ഞാൻ വായിച്ചല്ലോ നമ്പർ. വെറുതെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിൽ നിന്നൊന്നും എക്സാമിന് ചോദിക്കില്ല. ഇനി നോക്കിയേ അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ഇനി എന്താ സ്റ്റാൻഡേർഡ്? നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. എന്താണ് ഈ സ്റ്റാൻഡേർഡ്? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞല്ലോ. എന്താ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻ that explain that the structure and the process that must be substantially in place in an organization to enhance the quality of care. എന്താണെന്നോ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? അപ്പൊ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഡെഫിനിഷൻ പഠിക്കണ്ട നമുക്ക്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഇല്ല അവിടെ. നമുക്ക് എങ്ങനെ എക്സാമിന് ചോദിക്കുള്ളൂ? ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ എന്താ സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ പരിചരണത്തിന്റെ ഗുണനിലവാരം, അവര് കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, ആ കെയർ അവർ കൊടുക്കുന്ന സർവീസ് അതിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, അതാണ് ആ നാമിനകത്ത് പറയുന്നത് തന്നെ. ആ നാമിന്റെ എംബ്ലത്തിലുണ്ടല്ലോ. അപ്പൊ ആ എന്താണ് ഓർഗനൈസേഷനിൽ അവർ കൊടുക്കുന്ന കെയർ അതിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഘടനകള്, അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഘടനകളെയും അതുപോലെ പ്രവർത്തന രീതികളെയും കുറിച്ച് വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റാൻഡേർഡ്. കിട്ടിയോ? എന്താ പറഞ്ഞേ? ഒരു ഓർഗനൈസേഷനിലെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഘടനകള്, അവിടുത്തെ പ്രവർത്തന രീതികളെയും കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? സ്റ്റാൻഡേർഡ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ മതി, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ അത് കാണുമ്പോൾ സ്റ്റാൻഡേർഡ് ആണെന്ന് മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം, ഒബ്ജക്റ്റീവ് എലമെന്റ് എന്താ പറഞ്ഞേ? ഒബ്ജക്റ്റീവ് എലമെന്റ് ഈസ് ദാറ്റ് കമ്പോണന്റ് ഓഫ് സ്റ്റാൻഡേർഡ്. അതായത് സ്റ്റാൻഡേർഡിന്റെ ഒരു കമ്പോണന്റ് ആണ്. അതായത് എന്താണെന്നറിയോ? ഈ സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്. ഒന്ന് എഴുതി വെച്ച വേണമെങ്കിൽ അവിടെ. ഈ സ്റ്റാൻഡേർഡുകളെ മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്. An objective element is that component of a standard. Standard in ഒരു component which can be measured. അത് മെഷർ ചെയ്യാണ് objectively on a rating scale. ഒരു സ്റ്റാൻഡേർഡിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങള് കൃത്യമായി അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ? ഒരു റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിച്ച് അതിനെ വസ്തുനിഷ്ഠമായിട്ട് അളക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് എലമെന്റ്. ഓക്കെ, ആ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അവിടെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ആ ഒരു പ്രവർത്തന രീതികളും ഘടനകളുമാണ് സ്റ്റാൻഡേർഡ്. ഇനി സ്റ്റാൻഡേർഡിന് മെഷർ ചെയ്യുന്നത് ആരാണ്? അതിന്റെ ഒരു കമ്പോണന്റ് ആണെന്ന് പഠിക്കാം അല്ലെ. സ്റ്റാൻഡേർഡിനെ എങ്ങനെ മെഷർ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡിന് മെഷർ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് എലമെന്റ്. കമ്പോണന്റ് ഓഫ് എ സ്റ്റാൻഡേർഡിന്റെ ഒരു കമ്പോണന്റ് ആണ് കേട്ടോ. ആ സ്റ്റാൻഡേർഡിന്റെ ഭാഗമായി, ആ സ്റ്റാൻഡേർഡ് പറഞ്ഞു, അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങള് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അതായത് സ്റ്റാൻഡേർഡിന് മെഷർ ചെയ്യുന്ന ആളാണ് ആര്? ഒബ്ജക്റ്റീവ് എലമെന്റ്. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളും അതും അണ്ടർലൈൻ ചെയ്തിട്ട്. ഡാഷ് ഈസ് ദാറ്റ് കമ്പോണന്റ് ഓഫ് സ്റ്റാൻഡേർഡ്. അത്രയും കണ്ടാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആ സ്റ്റാൻഡേർഡിന്റെ കമ്പോണന്റ് ആന്ന് പറയുമ്പോ എന്താ എഴുതിക്കൊള്ളണം അവിടെ? ആരാ? ഒബ്ജക്റ്റീവ് എലമെന്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റാൻഡേർഡ്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തോളണം. ആ സെന്റൻസ് തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇനി അവിടെ തന്നേക്കുന്നത് നോക്കിയേ. The acceptable complexes with the measurable element will determine the overall complexes with the standard ASC. ഓരോ സ്റ്റാൻഡേർഡ്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
അവിടെ ഓവറോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ നമ്മൾ ഇവിടെ അളക്കുന്ന ഘടകങ്ങളില്ലേ, ഹോസ്പിറ്റലിൽ ഓരോന്നും എത്രത്തോളം മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നൊക്കെ അളക്കുന്ന ഈ ഘടകങ്ങള് അത് എത്രത്തോളം പാലിച്ചിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഓവറോള് എന്താണ് ആ ഒരു അക്രഡിറ്റേഷൻ അവർ പാലിച്ചിട്ടുണ്ടോ, ആ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് അവർ പാലിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ണ്ടോ നമ്മൾ ആ അളക്കുന്ന കാര്യങ്ങളില്ലേ, അളക്കാൻ സാധിക്കുന്ന ഈ ഘടനകള് എത്രത്തോളം വിജയകരമായിട്ട് അവർ പാലിച്ചിട്ടുണ്ട്, എല്ലാവരും അവരെ ഓക്കെ ആക്കിയിട്ടുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആ സ്ഥാപനം ഓവറോൾ സ്റ്റാൻഡേർഡ് പാലിച്ചിട്ടുണ്ടോ. ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഓക്കെ ആണെങ്കിലാണ് ഏത് ഓക്കെ ആവുള്ളൂ, സ്റ്റാൻഡേർഡ് ഓക്കെ ആവുള്ളൂ. മനസ്സിലായോ? ഈ ഘടകങ്ങൾ വിജയകരമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനെ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഓവറോൾ സ്റ്റാൻഡേർഡ് അവിടെ പൂർണ്ണമായി പാലിച്ചിട്ടുണ്ടോ എന്ന് അവർ മെഷർ ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന ഓരോ സ്റ്റാൻഡേർഡുകളുമാണ് ആ കൊടുത്തത്. assessment and the continuity of care, COP, care of patient, more management of medication, DRE, patient rights and education, HIS, hospital infection control, C2I, continuous quality improvement, ROMA, responsibility of management, FMS, facility management and safety, പറഞ്ഞു തന്നെയാട്ടോ. HRM, human resource management, IMS, infection management. ആ ഒരു നമ്മള് ടേബിൾ ആയിട്ട് തന്നില്ലേ, അതിന് എഴുതി ഒരു പാരഗ്രാഫ് ആക്കി എഴുതി വെച്ചോളൂ. ക്ലിയർ ആയോ? ഇന്നെടുത്ത അത്രയും കാര്യങ്ങള്. 10 chapter, 651 objective elements, okay, 100 standards. So 10 chapter, 100 standards, 651 objective elements. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പഠിച്ചോളണം. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ഓപ്ഷൻ കണ്ടാലും നമുക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ, അതിനെ മാർക്ക് തരുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് നോക്കാം. അത് 4th എഡിഷന്റെ ഇതാണ് ആ കൊടുത്തേക്കണേ. കണ്ടോ, അതിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ്സ്. 4th എഡിഷൻ സ്റ്റാൻഡേർഡ്സിനെയാണ് ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്തേക്കുന്നത്. 10 ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡും, അത് കഴിഞ്ഞ് 6 മുതൽ 10 വരെയുള്ളത് ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുമാണ്. ഇനി നമുക്കുണ്ടല്ലോ പഠിക്കാനുള്ളതുണ്ടല്ലോ, അതിന്റെ ഓരോ സ്റ്റാൻഡേർഡും ഇല്ലേ, അത് പഠിക്കാണ്ട്. AACയുടെ ആ 14 പഠിക്കാണ്ട്. ഇത് ഇത്രയും വാരി വലിച്ച് കണ്ട് എന്ന് വെച്ചാൽ പേടിക്കണ്ട. നമ്മള് ഏതാണ് ക്വാളിറ്റി മാനേജ്മെന്റിലെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചപ്പോ ഞാൻ ടിക്ക് ഇട്ടത് ഓർമ്മണ്ടോ നിങ്ങള്? അത് മാത്രം എന്റെ മക്കൾ പഠിച്ചാൽ മതി, ഫുള്ള് വാരി വലിച്ച് പഠിക്കണ്ടെന്ന് പറഞ്ഞ് ടിക്ക് ഇട്ട് തന്നില്ലേ? അതുപോലെ ഇവിടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ഓരോന്നിലും ടിക്ക് ഇട്ട് തരാം. അത് എടുക്കുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ടിക്ക് ഇട്ട് വയ്ക്കുക. അത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അപ്പൊ എളുപ്പമാകുമല്ലോ. അല്ലാതെ ഈ 100 എണ്ണം ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചത് ഒക്കെ വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ടിക്ക് ഇട്ട് തരാം. അത് മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി, ബാക്കി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല. എന്താ വെച്ചാൽ ഇത്രയും വലിയ ചാപ്റ്റർ നമ്മൾ പഠിച്ചാലും മാക്സിമം 7 ക്വസ്റ്റ്യൻ അതിൽ ചോദിക്കുള്ളൂ. ആ 7 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ് നമ്മൾ ഇത്രയും വലിയ ചാപ്റ്റർ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അതിന് ബേർഡൻ ആവാതിരിക്കാനല്ലേ ഞങ്ങൾ നോക്കണ്ടേ, അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ഒന്നാമത്തേത് കുറെ പ്രാരാബ്ദം കുട്ടികളുള്ളവർക്കൊക്കെ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്ന് അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്കിലേക്ക് ഒരുപാട് ബേർഡൻ ആക്കരുതല്ലോ. അപ്പൊ നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. ഞാൻ പറയാറുണ്ട്, മാക്സിമം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരും. പക്ഷെ നമുക്കറിയാം നിങ്ങളുടെ ഒത്തിരി ക്ലാസ് ഒക്കെ എന്താ പറയാ ഗ്യാപ്പം കിട്ടി കയറിയവരും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവാം, അല്ലെ? അപ്പൊ അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതും. അപ്പൊ അതുപോലെ ഞാൻ ഇത് എടുക്കുമ്പോഴും അത് ഞാൻ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് തരാം കേട്ടോ. അത് മാത്രം പഠിച്ചാൽ മതി. ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കയറിയതിൽ ആർക്കെങ്കിലും ഇതുണ്ടോ? ആതിര മിസ്സിന് പകരം? ഓക്കെ, ഞങ്ങളൊക്കെ ഒരേ രീതിക്ക് ലെവലിൽ പോണവരാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം ചാടി കയറിയത്. ഓക്കെ അല്ലേ? ഇനി ഓക്കെ ആണ്. ഓക്കെ എന്നാ ബാധ്യത നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നാളത്തേക്ക് നിങ്ങൾക്ക് കിട്ടുമല്ലോ. 5 ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തോളണം കേട്ടോ. ഓക്കെ, എന്നാലും ഇനിയിപ്പോ നെക്സ്റ്റ് മാം ചോദിച്ചു ചെയ്യും കേട്ടോ. ഓക്കെ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ.
പിന്നെ ഒരു കാര്യം, ഈ 2022 കുട്ടികൾ ഒന്നോടെ കാണാൻ പറ്റിയതിലും അവർ ക്ലാസ് എടുക്കാനും പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. 21 കുട്ടികൾ പുതിയതാണ് എങ്കിലും അവർക്കും കൂടി എന്താ പറയാ അവര് ഇനിയിപ്പോ പരിചയപ്പെട്ടുള്ളൂ. ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂട്ടോ. ഓക്കെ ബൈ.